അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, തൗബ നമ്മൾ ഒരിക്കലും നീട്ടിവെക്കാൻ പാടില്ല. തൗബ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ തൗബ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? എല്ലാരും ഇരുന്നിട്ട് ചുമ്മാതോ പറഞ്ഞാൽ പോരാ. തൗബ എന്ന് പറഞ്ഞാൽ അതിന് ചില ഷർത്തുകളും ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് വേണം ദുആ ചെയ്യാൻ, തൗബ ചെയ്യാൻ. എങ്ങനെയാ തൗബ ചെയ്യേണ്ടത്? പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു തൗബ ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എങ്ങനെയാണ് പടച്ച റബ്ബിനോട് തെറ്റ് ചെയ്തത് ഏറ്റു പറയേണ്ടതെന്നറിയുമോ? ഏത് മനസ്സോടുകൂടി, ഇഖ്ലാസോടുകൂടി പടച്ചവനെ ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ലെന്നുള്ള ഉറച്ച തീരുമാനത്തോടെ എങ്ങനെയാ പറയേണ്ടതെന്നറിയുമോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ വല്ലാത്ത വരൾച്ചയാണ്. മഴയില്ല, വെള്ളമില്ല, മനുഷ്യനും മൃഗങ്ങൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ല. വല്ലാത്ത വരൾച്ചയുണ്ടായപ്പോ ബനു ഇസ്രായേലിലെ ജനങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറയുന്നു, നബിയെ, വല്ലാത്ത വരൾച്ചയാണ്, മഴയില്ലല്ലോ, വെള്ളമില്ലല്ലോ, മനുഷ്യനും മൃഗങ്ങൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്താണ് മഴ. ആ മഴ പെയ്യുന്നതിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ തന്റെ ജനതകൾ വന്ന് പറയുമ്പോൾ അവസാന മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ്? പടച്ചവനെ എല്ലാവരെയും ഒരു മരുഭൂമിയിൽ ഒരുമിച്ച് കൂട്ടി, ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി മൂസാ നബി അലൈഹിസ്സലാം എല്ലാവരുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. മൂസാ നബി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് മഴ തരണേ തമ്പുരാനെ. മൂസാ നബി അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ് മഴ പെയ്യാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂസാ നബിയുടെ മുന്നിൽ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, രോഗികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, യാത്രക്കാരുണ്ട്. എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് മൂസാ നബി അല്ലാഹുവിനോട് മഴ പെയ്യുന്നതിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. എന്നിട്ട് മൂസാ നബി പറയുന്നു, അവസാന പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ അവസാന പ്രവാചകന്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മഴ തരണേ തമ്പുരാനെ. മൂസാ നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. മുത്തുനബിയുടെ പേര് പറഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ അതാ വരുന്നു മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. മൂസാ നബിയോട് പറയുന്നു, നബിയെ, ദുആ സ്വീകരിക്കില്ല, ദുആ സ്വീകരിക്കില്ല, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മഴയുണ്ടാകില്ല. കാരണമെന്തെന്നറിയുമോ? കാരണമെന്തെന്നറിയുമോ? ഈ ഇരിക്കുന്ന ജനങ്ങൾക്കിടയിൽ 40 വർഷക്കാലമായിട്ട് പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. 40 വർഷക്കാലമായിട്ട് അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തനീ സദസ്സിലുണ്ട്. അവൻ എഴുന്നേറ്റു പോകാതെ മഴ പെയ്യില്ല നബിയേ. മൂസാ നബിയുടെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, 40 വർഷക്കാലമായി അല്ലാഹുവിനെ മറന്ന് ധിക്കരിച്ചു കൊണ്ട് നടക്കുന്ന ഒരുത്തൻ ഈ സദസ്സിൽ ഇരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റു പോകാതെ പടച്ചവനെ മഴ പെയ്യില്ല. മൂസാ നബി ചിന്തിക്കുന്നു, 70,000-ൽ പരം വരുന്ന ആൾക്കാരുണ്ട്. ആരാണ് പടച്ചവനെ? 70,000-ൽ പരം വരുന്ന ആൾക്കാര്. മൂസാ നബി വിളിച്ചു പറഞ്ഞു തന്റെ മുന്നിലിരിക്കുന്നവരോട്, 40 കൊല്ലമായി പടച്ചവനെ ധിക്കരിച്ച് നടക്കുന്ന ഒരു മനുഷ്യനീ സദസ്സിലുണ്ട്. അവൻ എഴുന്നേറ്റു പോകാതെ മഴ പെയ്യില്ല എന്ന് മൂസാ നബി പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 40 കൊല്ലമായി അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന മനുഷ്യനാ സദസ്സിലിരിപ്പുണ്ട്. അവൻ ചിന്തിച്ചു, എഴുന്നേറ്റു പോയാൽ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുമല്ലോ. ഈ 70,000-ൽ പരം വരുന്ന ആൾക്കാര് അവരുടെ മുന്നിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പോയാൽ എല്ലാവരുടെ മുന്നിലും അവന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുകയാണ്. നാണം കെടുമല്ലോ പടച്ചവനെ. പോകാതെ ഇരുന്നാൽ മഴയും പെയ്യില്ലല്ലോ പടച്ചവനെ. അവസാനം ആ മനുഷ്യൻ ആ സദസ്സിലിരുന്നു കൊണ്ട് തന്റെ മുഖം ഇങ്ങനെ മുട്ടിലേക്ക് താഴ്ത്തി പിടിച്ചിട്ട് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നാഥാ,
40 വർഷക്കാലം നിനക്ക് നന്ദികേട് ചെയ്തവനാണ്, 40 വർഷക്കാലം ധിക്കരിച്ച് നടന്നവനാണ്. അല്ലാഹുവേ, ഇന്ന് നീ എനിക്ക് പുറത്തു തന്നാൽ ഇനിയുള്ള കാലം നിന്നെ വഴിപ്പെട്ടുകൊണ്ട്, നിന്നെ പേടിച്ചുകൊണ്ട്, നിന്റെ അടിമയായിട്ട് ഞാൻ ജീവിച്ചു കൊള്ളാം തമ്പുരാനെ. ആ മനുഷ്യൻ തന്റെ മുഖമൊന്ന് താഴ്ത്തി പിടിച്ചിട്ട്, തന്റെ മുഖമൊന്ന് താഴ്ത്തി വെച്ചിട്ട്, ആ ജനങ്ങൾക്കിടയിൽ ഇരുന്ന് ആരും കേൾക്കാതെ, ആരും കാണാതെ, ആ മനുഷ്യൻ പടച്ച റബ്ബിന്റെ മുന്നിൽ ഇഖ്ലാസോടുകൂടി ഒറ്റ വാക്ക് പറഞ്ഞപ്പോ, എന്റെ പ്രിയമുള്ള സഹോദര, ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ്. ആകാശ ലോകത്ത് നിന്നും മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ്. മൂസാ നബിക്ക് അത്ഭുതമായി. ആരും എഴുന്നേറ്റ് പോയില്ല, ഒരാളും എഴുന്നേറ്റ് പോയില്ല, ദുആ ചെയ്തതുമില്ല. പിന്നെ എങ്ങനെയാണ് മഴ വന്നത്? അത്ഭുതത്തോടു കൂടി നിൽക്കുന്ന മൂസാ നബിയുടെ മുന്നിലേക്ക് മലക്ക് വന്ന് പറയുന്നു, നബിയേ, മഴ പെയ്യാനുള്ള കാരണം എന്തെന്നറിയുമോ? ആ 40 കൊല്ലം പാപം ചെയ്ത മനുഷ്യന്റെ പശ്ചാത്താപമാ. 40 വർഷക്കാലം പാപം ചെയ്ത ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ തൗബ കാരണമാണ് മഴയുണ്ടായതെന്ന് ചരിത്രം പറയുമ്പോ, 40 കൊല്ലം തെറ്റ് ചെയ്ത് നടന്നിട്ട് അല്ലാഹു അവനെ നാണം കെടുത്തിയില്ല. മനസ്സിലാക്കേണ്ട കാര്യത, 40 വർഷക്കാലം പാപം ചെയ്ത് നടന്ന ഈ മനുഷ്യൻ, ആ മനുഷ്യനെ അല്ലാഹു പരസ്യമാക്കിയില്ല. പിന്നല്ലേ പശ്ചാത്തപിച്ച് മടങ്ങിയതിനു ശേഷം അല്ല നാണം കെടുത്ത? പശ്ചാത്തപിച്ച് മടങ്ങിയതിനു ശേഷം പിന്നെ അല്ല നാണം കെടുത്ത? ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 40 കൊല്ലം ധിക്കരിച്ച് നടന്ന മനുഷ്യന്റെ ആ ഒരൊറ്റ തൗബ കാരണം അല്ലാഹു മഴയിറക്കി കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഈ ചരിത്രം പറഞ്ഞത്, ആ 40 വർഷക്കാലം തെറ്റ് ചെയ്ത മനുഷ്യൻ എങ്ങനെയായിരിക്കും തൗബ ചെയ്തിട്ടുണ്ടാവുക? എന്റെ പ്രിയമുള്ളവരെ, ആ 70,000-ൽ പരം വരുന്ന ജനങ്ങൾക്കിടയിൽ ആ ഇരുന്നു കൊണ്ട് ആ മനുഷ്യൻ ചെയ്ത ഒരു തൗബയുണ്ടല്ലോ, അതാണ് ഈ ഇഖ്ലാസ് എന്ന് പറയുന്നത്. ആത്മാർത്ഥമായിട്ടുള്ളൊരു തൗബ. എന്റെ പ്രിയപ്പെട്ടവരെ, വിളിച്ചു പോകണമെന്നൊന്നുമില്ല. ആ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, അല്ലാഹുവേ, ഞാനിനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല പടച്ചവനെ, ഇത്രയും നാളും ഞാൻ ചെയ്തത് മുഴുവനും തെറ്റാണ്, ഞാൻ അംഗീകരിക്കുന്നു പടച്ചവനെ, പക്ഷെ ഇനിയുള്ള കാലം നിന്നെ ഞാൻ വഴിപ്പെടും, ഇനിയുള്ള കാലം പടച്ചവനെ ഞാൻ നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാം. അവിടെ നിന്ന് ആത്മാർത്ഥമായിട്ട് അവിടെ നിന്ന് തൗബ ചെയ്തപ്പോൾ അവിടെ നിന്ന് ആകാശ ലോകത്ത് നിന്ന് മഴത്തുള്ളികൾ പെയ്തിറങ്ങിയെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്.